My dear students, ഡോക്ടർ ജെയിംസ് ടെയ്ലർ കെന്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പരമ്പരയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ യൂട്യൂബ് പരമ്പരയുടെ 138 എപ്പിസോഡിൽ കാമോമില്ല എന്ന അധ്യായത്തിൻ്റെ 4ാം ഭാഗമാണ് പരിഗണിക്കുന്നത്. ഇതിൽ നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ തുടർച്ചയായിട്ട് അതിൻ്റെ പല്ലുമായിട്ട് ബന്ധപ്പെട്ട പർട്ടിക്കുലർ സിംറ്റംസ് കുറച്ചുകൂടി വിശദമായിട്ട് അതിൻ്റെ മൊഡാലിറ്റീസൊക്കെ വളരെ കൃത്യമായിട്ട് വിശദീകരിച്ചുകൊണ്ട് അതിൻ്റെ അക്കമ്പനിങ് മെൻ്റൽ സിംറ്റംസിനെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ടാണ് കെന്റ് ഈ ഭാഗത്ത് പറയുന്നത്. കുട്ടികളെയും മുതിർന്നവരെയും എല്ലാവരെയും ഒരുപോലെ വളരെയധികം അലട്ടുന്ന അക്യൂട്ട് കണ്ടീഷൻസിലൊന്നാണ് പല്ലുവേദന, വിശേഷിച്ചും രാത്രിയിലൊക്കെ വരുന്ന പല്ലുവേദന. ഇതിനെ സിംറ്റംസ് യോജിക്കുകയാണെങ്കിൽ കാമോമില്ല എങ്ങനെ വളരെ ഭംഗിയായി സുഖപ്പെടുത്തുമെന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം. സ്നീസിങ്, വാട്ടറി കൊറൈസ, ഹോട്ട് ഫേസ് ഓൺ വൺ സൈഡ് ആൻഡ് ഓഫൺ വിത്ത് പെയിൻസ് ഇൻ ദ ഹെഡ് ആൻഡ് ജോസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുഖത്തിനൊരു ഭാഗം ചുവന്ന് ചൂടായിരിക്കും, വേദന, തലയിലും താടിയിലും ഒക്കെ വേദന. ഫ്ലൂവൻ കൊറൈസ, വിസിറ്റ്, അക്രിഡ് വിത്ത് ലോസ് ഓഫ് സ്മെൽ, ജലദോഷം, നീരിളക്കം, വളരെ ഒഴുകുന്ന ഭാഗത്തൊക്കെ തൊലിയെ ദ്രവിപ്പിക്കുന്ന തരത്തിലുള്ള ഡിസ്ചാർജ്, വാട്ടർ ഡിസ്ചാർജ്, മണം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. ലോസ് ഓഫ് സ്മെൽ ലാസ്റ്റിംഗ് വൈൽ ദ കോൾഡ് ലാസ്റ്റ്. കോൾഡ് എത്രത്തോളം തുറന്നു നിൽക്കുന്നോ അത്രയും സമയം മണം കിട്ടാത്ത അവസ്ഥയുണ്ടാവും. റണ്ണിങ് പെയിൻസ് ഇൻ ദ ഫേസ്, sometimes involving the teeth and the outer face at the same time. മുഖത്ത് വേദന, ചിലപ്പോൾ പല്ലും പിന്നെ മുഖത്തിൻ്റെ പുറം ഭാഗവും കവിളും ഒക്കെ വേദന വരുന്ന അവസ്ഥ. It is not an uncommon thing to have a very sensitive woman if she is disturbed by chagrin, if she has been vexed by her servant, to go to her room and suffer torture from pain in the face, ഫ്രം ദാറ്റ് എക്സൈറ്റ്മെൻറ്റ്, ഫ്രം ആങ്കർ. നമ്മൾ നേരത്തെ കണ്ടു, ഈ ഒരു ആരുടെയെങ്കിലും മുമ്പിൽ തോക്കുമ്പോൾ പരാജയപ്പെടുമെന്ന് തോന്നുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇപ്പോൾ ഒരു സ്ത്രീ, ഒരു വീട്ടമ്മ, സാമൂഹ്യ സ്ഥിതിയിൽ അവരെക്കാളും താഴ്ന്ന നിലയിലുള്ള ഒരു വ്യക്തി, അതാണ് അവരുടെ വേലക്കാരി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ നിന്നും ഒരു ഇൻസൾട്ട് നേരിട്ടു. അങ്ങനെ ഉണ്ടാകുമ്പോൾ അവർക്ക് ദേഷ്യം വരുന്നു, അവർ പോയി മുറിയിൽ പോയി കതകടച്ചിരിക്കുന്നു. ആ ഒരു അവസ്ഥ ശരീരത്തിലെ വേദനയായിട്ട് അത് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നു. അത് കാമോമില്ലയുടെ ഒരു സവിശേഷമായൊരു അവസ്ഥയാണ്, നമ്മൾ നേരത്തെ കണ്ടതാണ്. പൊതുവെ സെൻസിറ്റീവായിട്ടുള്ള ആളുകളിലാണ്, പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ഇഫ് ഇറ്റ് ഈസ് ദ ഔട്ടർ നെർവ്സ് ഇൻ ദ ഫേസ്, ദ പെയിൻസ് വിൽ ബി അമീൽറേറ്റഡ് ബൈ ഹീറ്റ്. നേരത്തെ കണ്ട കാര്യം തന്നെയാണ്. മുഖത്തിൻ്റെ പുറം ഭാഗത്താണെങ്കിൽ ചൂടുകൊണ്ട് ശമിക്കും. ബട്ട് വെൻ ഇറ്റ് അഫക്ട്സ് ദ ടീത്ത്, ദ പെയിൻ വിൽ ബി അമീൽറേറ്റഡ് ബൈ കോൾഡ്. ഇത് പല്ലിനെ ബാധിക്കുന്നത്, അതായത് ഉൾഭാഗമാണെങ്കിൽ തണുപ്പും ഉണ്ടായിരിക്കും, ശമനം. ഹീറ്റ് ഓഫ് ദ ഫേസ് വൈൽ ദ റെസ്റ്റ് ഓഫ് ദ ബോഡി ഈസ് കോൾഡ്. ശരീരം മൊത്തം തണുത്തിരിക്കുമ്പോൾ മുഖം മാത്രം ചൂടായിരിക്കുന്നൊരവസ്ഥ. ദ ഫേസ് സ്വെറ്റ്സ് ആഫ്റ്റർ ഈറ്റിംഗ് ഓർ ഡ്രിങ്കിങ്. ഒരു പ്രോവറെ കൊട്ടിരിക്കുകയാണ്, എന്തെങ്കിലും ആഹാരം കഴിക്കുകയോ കുടിക്കുകയോ ചെയ്ത് കഴിയുമ്പോൾ മുഖത്ത് വിയർപ്പ്. This common feature of this remedy to sweat only about the head, the hairy scalp. ഒരു മറ്റൊരു കാമോമില്ലയുടെ ഒരു സവിശേഷതയാണ് തല മാത്രം, അതായത് തലയോട്ടിയിൽ മുടിയുള്ള ഭാഗം മാത്രം, അവിടെ മാത്രം വിയർക്കുന്നൊരവസ്ഥ. സംടൈംസ് ഡ്യൂറിങ് മീസിൽസ് ഓർ സ്കാറൽ ഫീവർ വി വിൽ ഹാവ് കാമോമില്ല മാനിഫെസ്റ്റേഷൻസ്. 5ാം മിനിറ്റ് സമയത്ത്, സ്കാറൽ ഫീവറിൻ്റെ സമയത്തൊക്കെ കാമോമില്ല ഇത്തരം ലക്ഷണങ്ങൾ കാണാറുണ്ട്. മെൻ്റൽ സിംറ്റംസും അവിടെ കണ്ടു കഴിഞ്ഞാൽ കാമോമില്ല അത്തരം 5ാം പനിയെയും സ്കാർലറ്റ് ഫീവറിനെയൊക്കെ ഹീൽ ചെയ്യും. സ്വെറ്റിംഗ് അബൌട്ട് ദ ഹെഡ്, ഫേസ് റെഡ് ഓൺ വൺ സൈഡ്. തല വിയർക്കൽ, ഒരു മുഖത്തിന് ഒരു വശം മാത്രം വിയർക്കൽ, ചുവന്ന നിറത്തിൽ ആകലൊക്കെ. വൺ സൈഡ് സ്വെല്ലിംഗ് ഓഫ് ദ ചീക്ക്, അതൊരു പ്രോറെ കോട്ടിരിക്കുകയാണ്. കവിളിൻ്റെ ഒരു ഭാഗം മാത്രം വീർത്ത് വരിക, നീർക്കെട്ട് വരിക. That is an inflammatory attack
gets redder and redder and finally purple, going into erysipelas with the mental symptoms. അപ്പോൾ നിർവീക്കമാണ്, അത് ചുവന്ന നിറത്തിൽ വരും, ചുവപ്പ് നിറം കൂടി അവസാനം ഇരുണ്ട് വയലറ്റ് നിറത്തിലേക്ക് വരും. തൊലിക്ക് തടിപ്പ്, കാമോമിലയുടെ മെൻ്റൽ സിംറ്റംസ്. അങ്ങനെ വരുമ്പോൾ കാമോമില ഹീൽ ചെയ്യും. ഹോട്ട് ഫേസ്, റെഡ്നെസ് ഓഫ് വൺ സൈഡ്, ചുവന്ന മുഖം ചൂടാകുന്നു, ഒരു വശം മാത്രം ചുവന്നിരിക്കുന്നു. ബേണിംഗ് ഇൻ ദ ഫേസ്, മുഖത്ത് പൊള്ളുന്ന അനുഭവം. ന്യൂറാൾജിയ ഓഫ് ദ ഫേസ്, മുഖത്ത് നാഡീസംബന്ധമായ വേദനകൾ. ഇഫ് എനിത്തിങ് വാം ഈസ് ടേക്കൺ ഇൻ ടു ദ മൗത്ത് ഇറ്റ് വിൽ ബ്രിങ് ആൻ ഏക്കിംഗ് ഇൻ ദ ടീത്ത് ആൻഡ് സംടൈംസ് ബേണിംഗ് ആൻഡ് ത്രോബിംഗ് ഇൻ ദ റൂട്ട്സ് ഓഫ് ദ ടീത്ത്, tearing, stitching, stinging pains, aggravated by talking, aggravated in the open air, aggravated in a warm room, or getting warm in bed. Anything that heats up the body will aggravate his toothache, ameliorated by holding cold drinks in the mouth. അപ്പോൾ ഈ സുദീർഘമായ ഈ വാചകത്തിൽ ചൂടും തണുപ്പും എങ്ങനെ ഈ രോഗിയുടെ പല്ലുകളെയും അല്ലെങ്കിൽ വായുടെ അകംഭാഗത്തെയും പുറം ഭാഗത്തെയും ശരീരത്തെയും ഒക്കെ വ്യത്യസ്തമായ രീതിയിൽ സ്വാധീനിക്കുന്നു എന്നാണ് കെൻ്റ് പറയുന്നത്. അത് ആ പർട്ടിക്കുലേഴ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ കാമോമിലയാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ചൂടുള്ള എന്തെങ്കിലും വായിലെടുത്തു കഴിഞ്ഞാൽ അത് പല്ലിൽ വേദന ഉണ്ടാക്കും. ചില സമയത്ത് പല്ലിൻ്റെ വേരിൽ, റൂട്ട്സ് ഓഫ് ദ ടീത്ത്, അവിടെ പൊള്ളുന്ന അല്ലെങ്കിൽ വിങ്ങുന്ന അനുഭവം ഉണ്ടാക്കും. കുത്തുന്ന, പറിച്ചു കീറുന്ന, തുളച്ചു കയറുന്ന വേദനകൾ. സംസാരം കൊണ്ടത് വർദ്ധിക്കുന്നു, തുറന്ന വായുവിൽ അത് വർദ്ധിക്കുന്നു, ചൂടുള്ള മുറിയിൽ വർദ്ധിക്കുന്നു, കിടക്കുമ്പോൾ ശരീരം ചൂടായാൽ വർദ്ധിക്കുന്നു. ശരീരത്തെ എന്ത് ചൂടാക്കിയാലും, എന്തുകൊണ്ട് ശരീരം ചൂടായാലും പല്ല് വേദനയാണ് കൂടുന്നത്. അത് ശമിക്കുന്നത് എങ്ങനെയാണ്? തണുത്ത പാനീയങ്ങൾ, തണുത്ത വെള്ളമോ തണുത്ത എന്തെങ്കിലും പാനീയമോ വായിൽ കൊണ്ടു കഴിഞ്ഞാൽ അത് കുറയും. Toothache that is entirely absent in the daytime, as soon as it comes night and the patient gets into warm bed, then these shooting, tearing pains begin. പകൽ സമയത്ത് കുഴപ്പമൊന്നുമില്ല, രാത്രി മുറിയിൽ കയറി കിടന്ന് ശരീരം ചൂടായി കഴിഞ്ഞാൽ ഈ വേദന തുടങ്ങും. അപ്പോൾ ഈ പൊതുവേ തണുത്ത പകലുകളുള്ള ഒരു വെസ്റ്റേൺ ഹയർ ലാറ്റിറ്റ്യൂഡ്സിലെ ഒരു കാലാവസ്ഥ വെച്ചുകൊണ്ടാണ് കെൻ്റ് ഇത് പറയുന്നത്. അപ്പോൾ ഇത് ചൂടാണ് ഇവിടെ ഒരു ഓപ്പറേറ്റിംഗ് പാർട്ട്. നമ്മൾ ചൂട് കാലാവസ്ഥയിൽ പകൽ ചൂടായാലും ഇത് ആപ്ലിക്കബിൾ ആകാം. പകലോ രാത്രിയോ ഒന്നിനേക്കാൾ ഉപരി ഇവിടെ ഓപ്പറേറ്റിംഗ് പാർട്ടായിട്ട് വരുന്നത് ഇവിടെ ടെമ്പറേച്ചറാണ്. അത് ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതാണ്. അതിനോടൊപ്പം എന്താ ഉള്ളത്? മെൻ്റൽ സിംറ്റംസ് കൂടിയുണ്ട്. വിത്ത് ദ ഇറിറ്റബിലിറ്റി, ഓവർ സെൻസിറ്റിവിറ്റി ടു പെയിൻ, ദ മെൻ്റൽ സ്റ്റേറ്റ്. വേദനയോടുള്ള നമ്മൾ നേരത്തെ കണ്ട ഓവർ സെൻസിറ്റീവ്നെസ്, ഇറിറ്റബിലിറ്റി, പെട്ടെന്ന് അസ്വസ്ഥമാകുന്ന ഒരു പ്രകൃതം, ഹോട്ട് ഹെഡ്, തല ചൂടായൊരു സ്ഥിതി, യു ഹാവ് ദ കമോമില ടൂത്തേക്ക്. ഇതാണ് കമോമില ടൂത്തേക്കിനോടൊപ്പം ഉണ്ടാകുന്ന അക്കമ്പനിങ് സിംറ്റംസ്. ആ ഒരു ടോട്ടാലിറ്റി വന്നു കഴിഞ്ഞാൽ കമോമില ഹീൽ ചെയ്യും. അപ്പോൾ ഈ രാത്രിയും പകലോ എന്നുള്ള കാര്യത്തിൽ ഈ കെൻ്റിൻ്റെ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ടെമ്പറേച്ചറാണ് അവിടെ നിർണായകമായിട്ട് വരുന്നത്. സ്വെല്ലിംഗ് ആൻഡ് ഇൻഫ്ലമേഷൻ ഓഫ് ദ ഗംസ്, മോണകളിൽ നീർക്കെട്ടും വീക്കവും ഒക്കെ ഉണ്ടാകും. ത്രട്ടൻഡ് ആബ്സെൻസ് ഓഫ് ദ ഗംസ്, മോണയിൽ പഴുപ്പ് വരുമോ എന്നുള്ള ഒരു ശങ്ക, ഭീഷണി. ടൂത്തേക്ക് വെൻ കമ്മിങ് ഇൻ ടു എ വാം റൂം, ചൂടുള്ള മുറിയിലേക്ക് വരുമ്പോൾ പല്ലുവേദന. വെൻ ഇറ്റ് ഹാസ് ബീൻ ബെറ്റർ ഇൻ കോൾഡ് എയർ, പക്ഷെ അത് തണുത്ത വായുവിൽ അത് നല്ല സ്ഥിതിയിലായിരുന്നു, തണുത്ത വായിൽ കുഴപ്പമില്ലായിരുന്നു, ശമിച്ചിരിക്കുകയായിരുന്നു. ചൂടിലേക്ക് വരുമ്പോഴേക്കും അത് കൂടുന്നു. ഇവിടെ മുറിയുടെ അകം പുറമെന്നൊക്കെ പറയുമ്പോഴും രാത്രി പകലെന്നൊക്കെ പറയുമ്പോഴും ഇവിടെ ചൂടാണ്, ചൂടും തണുപ്പുമാണ് ഇവിടെ നിർണായകമായിട്ട് വരുന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അത് ഈ അമേരിക്കയിലെയും ഇന്ത്യയിലെയും കാലാവസ്ഥ വ്യത്യാസങ്ങളുമായിട്ട് ചേർത്ത് വെച്ച്, ഇന്ത്യയിലെന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ നോർത്ത് ഇന്ത്യയിൽ പിന്നെയും ഇത്തരം എക്സ്ട്രീം ക്ലൈമറ്റ്സ് വരാം. ദ ടൂത്തേക്ക് ഈസ് വൺ
that may be brought on by taking cold, exposing oneself to cold air when sweating. അപ്പോൾ തണുപ്പടിക്കുമ്പോൾ ഇങ്ങനെ ഒരു സവിശേഷമായിട്ടുള്ള കാര്യമാണ്. ഈ തണുപ്പടിക്കാൻ നേരത്ത് പല്ലുവേദന വരാം. തണുപ്പടിക്കുമ്പോൾ പല്ലുവേദന വരാം. വിയർത്തിരിക്കുമ്പോൾ തണുപ്പിലേക്ക് നമ്മൾ എക്സ്പോസ്ഡ് ആയിക്കഴിഞ്ഞാൽ പല്ലുവേദന വരാം. എന്നിരുന്നാലും ദ ടൂത്തേക്ക് ഇറ്റ് സെൽഫ് ആൻഡ് പ്രസൻസ് ഈ സമീൽ ബൈ കോൾഡ്. എന്നിരുന്നാലും ടൂത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ ശമിപ്പിക്കുന്നതും തണുപ്പ് തന്നെയാണ്. അപ്പം ആ ഒരു സവിശേഷ ലക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. തണുപ്പിനോടുള്ള എക്സ്പോഷർ കൊണ്ട് ടൂത്തേക്ക് തുടങ്ങി പല്ലുവേദന എന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ശമിക്കുന്നതും തണുപ്പ് കൊണ്ട് തന്നെയാണ്. ടൂത്തേക്ക് ഫ്രം എ ഡ്രാഫ്റ്റ് ഓഫ് എയർ, കാറ്റടിക്കുമ്പോൾ പല്ലുവേദന വരുന്നു. അമീലറേറ്റ് ഫ്രം ഈറ്റിംഗ് കോൾഡ് തിങ്സ്, തണുപ്പുള്ള സാധനങ്ങൾ തിന്നു കഴിഞ്ഞാൽ കുടിച്ചു കഴിഞ്ഞാൽ കുറയും. വേഴ്സ് ബിഫോർ മിഡ് നൈറ്റ്, അർദ്ധരാത്രിക്ക് മുമ്പായിട്ട് അത് വല്ലാതെ വഷളാകുന്നു. അർദ്ധരാത്രി കഴിഞ്ഞാൽ പിന്നെ അതിന് ശമനമുണ്ട്. മോസ്റ്റ് ഓഫ് ദ ട്രബിൾസ് ഓഫ് കാമോമില ദാറ്റ് കം ഓൺ ഇൻ ദ ഈവനിങ് ആൻഡ് നൈറ്റ് സബ്സൈഡ് അബൌട്ട് സംടൈംസ് ബിഫോർ മിഡ് നൈറ്റ്. അപ്പോൾ രാത്രി കാലങ്ങളിൽ, ഈവനിങ് എന്ന് പറഞ്ഞാലും രാത്രി എന്ന് പറഞ്ഞാലും ആ ഒരു അവസ്ഥയിൽ നമ്മളുടെ അവസ്ഥയിൽ സന്ധ്യ കഴിഞ്ഞുള്ള നേരത്ത് വന്നു കഴിഞ്ഞാൽ അർദ്ധരാത്രിക്ക് മുമ്പായിട്ട് ശമിക്കുന്നു. പിന്നീടുള്ള ഭാഗത്ത് കമോമില വേദനകളില്ല. മെനി ഓഫ് ദം ആർ ആബ്സെൻറ്റ് ഡ്യൂറിങ് ദ ഡേ, പകൽ സമയത്തും ഒട്ടുമിക്ക വർഷങ്ങളും ഇല്ല. ഇറ്റ് ഹാസ് അഗ്രവേഷൻ ഇൻ ദ ഫോർ പാർട്ട് ഓഫ് ദ നൈറ്റ്, രാത്രിയുടെ ആദ്യയാമങ്ങളെന്ന് നമ്മൾ പറയും. ആ സമയത്ത് വർധനമെന്നുള്ളതാണ് കമോമിലയുടെ ഒരു സവിശേഷ സ്ഥിതി. ടീത്ത് ഫീൽ ടു ലോങ്, പ്രോറെ കൊട്ടിരിക്കുകയാണ്, പല്ലിങ്ങനെ നീണ്ടു ഇരിക്കുന്ന പോലത്തെ ഒരു തോന്നൽ. സോളൻ ഗംസ്, മോണകൾ വീർത്ത് വിങ്ങിയിരിക്കുന്ന അവസ്ഥ. ദ കമോമില ഇൻഫൻറ്റ് വിൽ ഓഫൺ ഹോൾഡ് എ ഗ്ലാസ് ഓഫ് കോൾഡ് വാട്ടർ എഗെയിൻസ്റ്റ് ദ ഗംസ്. ഇതൊരു മറ്റൊരു കാര്യം, ചെറിയ കുട്ടികൾ, അവർക്ക് ചൂടോ തണുപ്പോ അങ്ങനെ അറിയില്ല, പക്ഷേ അവരുടെ അനുഭവത്തിൽ നിന്നൊരു ചെറിയ കുട്ടി തണുപ്പ് കൊണ്ടൊന്ന് ശമനം. അപ്പോൾ എന്താ ചെയ്യുന്നത്? തണുത്ത എന്തെങ്കിലും കുടിക്കാനോ മറ്റോ കിട്ടിക്കഴിഞ്ഞാൽ അത് വായി വെച്ചിട്ടിരിക്കും. തണുത്ത വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ ആ കപ്പ് ഇങ്ങനെ കടിച്ചു പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ വായോട് ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കും. അപ്പം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് തണുപ്പ് കൊണ്ട് ശമനമുണ്ടെന്നുള്ളത്. ദ ലിറ്റിൽ വൺ ഹാസ് ഇൻഫ്ലെയിംഡ് ഗംസ്, പെയിൻഫുൾ ഗംസ്, ദ കമ്മിങ് ഫോർത്ത് ഓഫ് ദ ടീത്ത് ഈസ് പെയിൻഫുൾ. അപ്പോൾ ചെറിയ കുട്ടിക്ക് മോണക്ക് വീക്കം ഉണ്ടാകുന്നു, മോണക്ക് വേദന ഉണ്ടാകുന്നു, പല്ല് പുറത്തേക്ക് വരുന്ന അവസ്ഥ വേദനാജനകമാണ്. ആൻഡ് ഇറ്റ് സീംസ് ടു വാണ്ട് ടു പ്രൊലോങ് ദ കോൾഡ് ഇൻ ദ മൗത്ത്. അപ്പോൾ ആ കുട്ടിക്ക് വായിലെ തണുപ്പ് തുടർച്ചയായിട്ട് നിലനിർത്തിക്കൊണ്ടിരിക്കാൻ ആ കുട്ടിക്ക് ആഗ്രഹമുണ്ട്. വെൻ ഇറ്റ് ഈസ് സോ യങ് യു വുഡ് നോട്ട് തിങ്ക് ഇറ്റ് വുഡ് റിയലൈസ് ദ ഗുഡ് ഓഫ് മേക്കിംഗ് ഓഫ് ദ കോൾഡ് എഡ്ജ് ഓഫ് ദ ഗ്ലാസ്. ആ കപ്പിൻ്റെ ഗ്ലാസിൻ്റെ തണുത്ത വക്കിൻ്റെ ആ തണുപ്പിനെ പരമാവധി ഉപയോഗിക്കുക, അതുകൊണ്ട് അഡ്വാൻറ്റേജ് ഉണ്ടാക്കുക. ആ കുട്ടിയുടെ നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് കൊണ്ട് വരുന്നതാണ്. അപ്പോൾ ആ തണുത്ത വക്കുള്ള ആ കപ്പ് അല്ലെങ്കിൽ ഗ്ലാസ് വായിലിങ്ങനെ കടിച്ചു പിടിച്ചുകൊണ്ടിരിക്കും, വായിൽ നിന്ന് എടുക്കാതിരിക്കും. ഒഫൻസീവ് ഫെറ്റിഡ് സ്മെൽ ഫ്രം ദ മൗത്ത്, വായിൽ നിന്ന് വല്ലാതെയുള്ള ദുർഗന്ധമുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ചൂടും തണുപ്പും രാവും പകലുമൊക്കെ കമോമില പേഷ്യൻറ്റിനെ എങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ബാധിക്കുന്നു, വളരെ സങ്കീർണമായ സ്ഥിതിയിൽ തന്നെ അത് ബാധിക്കുന്നുണ്ട്. അതിനോടൊപ്പം സവിശേഷമായൊരു മാനസികാവസ്ഥയും ഇവ ചേർന്ന് വന്നു കഴിഞ്ഞാൽ ഇത്തരം വേദനകളെ, വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന വേദനകളെ കാമോമില സുഖപ്പെടുത്തും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ധാരാളം പേഷ്യൻസിനെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ കാമോമിലയുടെ ഇത്തരം പ്രധാനപ്പെട്ട തുടർന്നുള്ള ലക്ഷണങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.